നമ്മളൊക്കെ കേട്ടുപഴകിയ ഒരു നാടോടി കഥയിൽ നഗ്നനായ രാജാവിനോട് അക്കാര്യം വിളിച്ചു പറഞ്ഞത് നാട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളിൽ ഒരാളാണ്. രാജാവെ നഗ്നനാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ നാട് മുഴുവൻ അത് കേട്ടു. ഇപ്പോഴിതാ ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അക്കാര്യം സധൈര്യം ലോകത്തോട് വിളിച്ചു പറയാൻ, തെളിവുകൾ സഹിതം വിളിച്ചു പറയാൻ ധൈര്യമുണ്ടായത് യൂട്യൂബറായ ഒരു യുവാവിനാണ്. പേര് ധ്രുവ് റാട്ടി. അതിസങ്കീർണമായ രാഷ്ട്രീയ സംഭവങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ധ്രുവിന്റെ വീഡിയോകൾ കോടിക്കണക്കിന് പേരാണ് കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ധ്രുവിന് ഇന്ത്യക്കാരോട് ഒന്നേ പറയാനുള്ളൂ: വോട്ട് ചെയ്യൂ, മോദിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നാണത്. എന്തുകൊണ്ടായിരിക്കും ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരൻ ഇത്രത്തോളം മോദി വിരോധിയായത്? ധ്രുവിന്റെ രാഷ്ട്രീയം എന്താണ്? അതേക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. റഷ്യയുടെ വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടും നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്യുന്ന മനുഷ്യൻ. സംഘപരിവാർ പഠിച്ചുവിടുന്ന നുണക്കഥകൾ വസ്തുനിഷ്ഠമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചടുക്കി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഏറ്റവും ശക്തമായ സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക വിഷയങ്ങളിൽ വീഡിയോ കണ്ടന്റുകൾ ചെയ്യുന്ന യൂട്യൂബർ, അതാണ് ധ്രുവ് റാട്ടി. വ്ലോഗർ എന്നും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിലുമൊക്കെ അയാളെ എല്ലാവരും അറിയും. വയസ്സ് 29. 18 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ധ്രുവിന്റെ യൂട്യൂബ് ചാനലിന്. ഹരിയാനയിലെ റോഹ്തക്കിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് ഡൽഹിയിലേക്ക് വന്നു. സ്കൂളിംഗ് ഒക്കെ ഡൽഹിയിലായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ജർമ്മനിയിലെ കാൾസുഹ്രെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി. പിന്നീട് അവിടെ തന്നെ റിന്യൂവബിൾ എനർജിയിൽ ബിരുദാനന്തര ബിരുദം നേടി. ജർമ്മൻകാരിയായ ഒരു സ്ത്രീയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു ജൂലി. ഇപ്പോൾ നിലവിൽ ജർമ്മനിയിൽ സ്ഥിര താമസമാണ് ധ്രുവ്. നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്റെ ഫസ്റ്റ് ഹോം എന്നാണ് ധ്രുവ് പറയുക. ജർമ്മനി സെക്കൻഡ് ഹോം. ഇന്റർനെറ്റ് ആണ് ധ്രുവിന്റെ തേർഡ് ഹോം. ഈ 3 ലോകത്തെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സിൽ ഒരാളായി ടൈം മാഗസിൻ വിലയിരുത്തുന്ന വ്യക്തി കൂടിയാണ് ധ്രുവ്. പക്ഷെ പുള്ളിയുടെ ഭാഷയിൽ താൻ ഒരു യൂട്യൂബ് എഡ്യൂക്കേറ്റർ മാത്രമാണ്. കരൺ ഥാപ്പറുമായുള്ള അഭിമുഖത്തിൽ ധ്രുവ് അങ്ങനെയാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, മാധ്യമപ്രവർത്തനം ഭരണകൂടത്തിന്റെ PR ആയി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. നുണകളെയും വിദ്വേഷ പ്രചാരണങ്ങളെയും പൊളിച്ചടക്കാൻ സമൂഹ മാധ്യമങ്ങളെ സധൈര്യം പ്രയോജനപ്പെടുത്തുന്ന ധ്രുവ് റാട്ടിയുടെ രാഷ്ട്രീയം എന്താണ്? ധ്രുവിന്റെ വീഡിയോകളെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഇതേ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇതിന് കൃത്യമായ മറുപടിയും ധ്രുവിനുണ്ട്. 2014 എന്നത് ധ്രുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. കാരണം അക്കൊല്ലമാണ് ധ്രുവ് തന്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേറുന്നതും ഇതേ വർഷമാണ്. ധ്രുവിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കിയാൽ ജീവിതത്തിലെ ആദ്യ പ്രണയം, അതായത് ഭാവി ഭാര്യയായ ജൂലിയെ ജർമ്മനിയിലെ ഒരു ട്രാമിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിച്ചു തുടങ്ങുന്നതും 2014-ലാണ്. ആദ്യകാലങ്ങളിലൊക്കെ ധ്രുവിന്റെ വീഡിയോ വ്യക്തി താല്പര്യം മുൻനിർത്തിയാണ് കണ്ടന്റ്സ് ഒക്കെ ചെയ്തിരുന്നത്. വളരെ അവിചാരിതമായാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വിഷയങ്ങൾ എടുത്ത് ധ്രുവ് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്തു തുടങ്ങുന്നത്. പൊളിറ്റിക്സ് തന്റെ പാഷൻ ആണെന്ന് ധ്രുവ് അടിയുറച്ചു പറയുന്നു. തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ വരെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന റാട്ടി തന്റെ കണ്ടന്റുകളെ എക്സ്പ്രഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാണ് ലളിതമായി പറയുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുള്ള വിമർശനാത്മക വീക്ഷണത്തോടെയുള്ള വസ്തുതാ പരിശോധനയും വിശദീകരണവും ഉള്ളടക്കവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രീയ വീഡിയോകൾ പതിവായി വന്നതോടെ ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ചാനലും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. കാരണം യൂട്യൂബിനെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിയേറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ധ്രുവ്. വ്യക്തവും വിശദവുമായ പഠനത്തിന് വിധേയമാക്കിയാണ് ധ്രുവ് ഓരോ വീഡിയോ കണ്ടന്റുകളും ചെയ്യുന്നത്. ജനുവിനായി താൻ പിറന്ന മണ്ണിനെ പറ്റി, തന്റെ രാജ്യത്തെ പറ്റി ആശങ്കപ്പെടുന്ന, അതിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് ധ്രുവ് സ്വയം അടയാളപ്പെടുത്തുന്നത്. രാഷ്ട്രീയത്തോട് വളരെയധികം താല്പര്യവും അഭിനിവേശവും ഉണ്ട് ധ്രുവിന്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴതിന് ഉദ്ദേശമില്ലെന്നാണ് ധ്രുവിന്റെ മറുപടി. എന്നാൽ 10-20 വർഷങ്ങൾ കഴിഞ്ഞാൽ അഭിപ്രായം ചിലപ്പോൾ മാറ്റിയേക്കാം. അപ്പോൾ എന്താണ് ധ്രുവിന്റെ ഭാവി എന്ന് കരൺ ഥാപ്പർ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ധ്രുവ് പറയുന്ന മറുപടി: ശരിക്കും നാളെ എൻ്റെ ചാനൽ പൂട്ടിയേക്കാം, നാളെ പറ്റി എനിക്ക് അറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് ബോധ്യമുണ്ട്, അതുമായി മുന്നോട്ട് പോകുകയാണ് തൻ്റെ ഉദ്ദേശമെന്ന് ധ്രുവ് വ്യക്തമാക്കുന്നു. ധ്രുവിന്റെ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന 15 ഇന്ത്യൻ റിസർച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ്.
ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി നിരവധി തയ്യാറെടുപ്പുകൾ ഈ ടീം നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ റിസർച്ചിൽ നിന്ന് അവർ ഉരുത്തിരിഞ്ഞൊരു വസ്തുതയുണ്ട്. മോദി ഭരണത്തിന് കീഴിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ താഴേക്ക് പോയെന്നാണ് ധ്രുവ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ ധ്രുവിന്റെ കൈവശമുണ്ട്. ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് ധ്രുവിന്റെ നിരീക്ഷണം. ഇത് വെറുതെ ഉണ്ടായ ഒരു നിരീക്ഷണമല്ല. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കാത്ത, ഇന്ത്യൻ സർക്കാരിന്റെ സ്ക്രൂട്ടനൈസേഷന് വശംവദരാകാത്ത മീഡിയകൾ ഉപയോഗിച്ച്, അതായത് അന്താരാഷ്ട്ര മീഡിയകളുടെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ധ്രുവ് തന്റെ അഭിപ്രായ രൂപീകരണം നടത്തുന്നത്. അതുപ്രകാരം കേന്ദ്ര സർക്കാരിനെ മുഖവിലക്കെടുക്കാൻ പറ്റുകയില്ലെന്നാണ് ധ്രുവ് പറയുന്നത്. കാരണം മീഡിയകൾക്കടക്കം വിലക്കേർപ്പെടുത്തി ജനങ്ങളെ ഒരു പുകമറയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അടിക്കടി ഡൽഹിയിൽ വന്നു പോകുന്ന ഒരാളാണ് ധ്രുവ്. ഡൽഹിയിൽ വരുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ പറ്റി ധ്രുവിന് നേരിട്ട് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 80% ഏകാധിപതിയും ഒരു ഭീരുവുമാണെന്നാണ് ധ്രുവ് റാട്ടിയുടെ വിലയിരുത്തൽ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനും അരക്ഷിതനുമാണ് മോദി. അദ്ദേഹത്തിന്റെ നടപ്പും എടുപ്പും വാക്കുമെല്ലാം ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് ചെയ്യാത്ത ഒരു ചോദ്യത്തെ പോലും നേരിടാൻ കഴിവില്ലാത്തത്ര ഭീരുവാണ് മോദി എന്നാണ് ധ്രുവ് റാട്ടി പറയുന്നത്. അതുകൊണ്ടാണ് മോദി ഇന്റർവ്യൂകളിൽ നിന്ന് ഒളിച്ചോടുന്നത്. ഇത്തരം ഒരു ഭീരുവിനെ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ എന്ന് ധ്രുവ് റാട്ടി ചോദിക്കുന്നു. അതിനാൽ രാജ്യത്തെ വോട്ടർമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കി രാജ്യത്തെ രക്ഷിക്കണമെന്നാണ് ധ്രുവിന്റെ ആഹ്വാനം. രാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത ഏതൊരാൾക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ധ്രുവിന്റെ വീഡിയോകൾ. ഇപ്പോൾ മോദി ചെയ്യുന്ന എല്ലാം ഒരു ഇന്ത്യയെ ഏകാധിപത്യ രാജ്യത്തിലേക്ക് നയിക്കുന്നതാണെന്ന് കണക്ട് ചെയ്താണ് ധ്രുവ് നമ്മളോട് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ എല്ലാം അറസ്റ്റ്, ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നത്, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി എല്ലാ കാര്യങ്ങളും ഇന്ത്യയെ ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്ക് നയിക്കുന്ന അടയാളങ്ങളായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തെളിവുകൾ സഹിതം ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ കൊണ്ടൊക്കെയാണ് ധ്രുവ് സംഘപരിവാറിന്റെ സ്ഥിരം നോട്ടപ്പുള്ളികളിൽ ഒരാളായത്. അവസരത്തിലും അനവസരത്തിലും അദ്ദേഹത്തിനെതിരെ അക്രമ ആഹ്വാനവും തെറിവിളികളും അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേശവിരുദ്ധൻ, രാജ്യദ്രോഹി, ജിഹാദി, നാസി തുടങ്ങിയൊക്കെ സൈബർ ഇടങ്ങളിൽ ധ്രുവ് റാട്ടി നേരിടുന്ന അധിക്ഷേപ വാക്കുകളിൽ വളരെ വീര്യം കുറഞ്ഞവ മാത്രമാണ്. BJP IT സെല്ലിൽ നിന്ന് പുറത്തുവന്ന മഹാവീർ പ്രസാദുമായുള്ള ഇന്റർവ്യൂ ആണ് ധ്രുവ് റാട്ടിക്ക് വലിയൊരു പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ IT സെൽ എങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മഹാവീർ പ്രസാദ് വിശദീകരിക്കുന്ന വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ കണ്ടു. ഇതിനിടെ BJP MP വിജയ് ഗോയലുമായി ട്വിറ്ററിൽ നടത്തിയ വാഗ്വാദവും ധ്രുവ് റാട്ടിയെ സംഘപരിവാർ IT സെല്ലിന്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒരാളാക്കി. ഇന്ന് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നടന്നടുക്കുകയാണെന്നും അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മാത്രമാണെന്നും ധ്രുവ് റാട്ടിയുടെ ഓരോ കണ്ടന്റും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ധ്രുവ് വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും രാജ്യത്തിന്റെ നന്മയ്ക്കാണെന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഒക്കെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. ഒരു പ്രതിപക്ഷത്തിന്റെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാൾ. വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. രണ്ടാമതൊന്ന് ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഭീഷണികളെ പേടിയില്ല. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2.5 കോടിയിലേറെ വരുന്ന തൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒപ്പമുണ്ടെന്നും മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥന അവർ കണക്കിലെടുക്കുമെന്നാണ് ധ്രുവിന്റെ ആത്മവിശ്വാസം. രാജ്യത്തെ രക്ഷിക്കാനുള്ള ഏക വഴി ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കുകയാണെന്ന് ധ്രുവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ജനങ്ങൾ അത് ചെയ്യുമെന്ന് ധ്രുവ് വിശ്വസിക്കുന്നു.